അപ്പോൾ ഇത് തമ്മിലടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എ കെ ആന്റണി പ്രവർത്തക സമിതി എ കെ ആന്റണി അവരുടെ മീറ്റിംഗിൽ പറഞ്ഞതുപോലെ അണികളെ ഒന്ന് ബോധ്യപ്പെടുത്തൂ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുവെന്ന്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ ചെയ്തു വന്നപ്പോൾ അവസാനം ഉണ്ടായത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സംഘടനയില്ല, നേതൃത്വമില്ല. ഇതിനിപ്പോൾ ദേശീയ തലത്തിലേക്ക് പരാതി വായിച്ചെന്നാൽ അവിടെ ഇരിക്കുന്നത് കെ സി വേണുഗോപാലാണ്. ഈ കെ സി വേണുഗോപാൽ ഇപ്പോൾ ഹിമാചൽ പ്രദേശ് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുകയാണ്. 40 MLA മാരുണ്ടായിട്ടും സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഈ നീക്കങ്ങൾ നടക്കേണ്ടതായിട്ട് കെ സി വേണുഗോപാലിനെ അറിയിച്ചിരുന്നു എന്നൊക്കെ പിന്നീട് കേട്ടു. പക്ഷേ ചിരി അടക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അതായത് മനു ഇത് കെ സി വേണുഗോപാലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു ചിത്രം കണ്ട് ഈ സമാപനത്തിലാണോ എവിടെയാണ് സമാപനത്തിലോ തുടക്കത്തിലാണോ കെ സി വേണുഗോപാൽ ഒന്ന് തുടക്കത്തിലാണ് തുടങ്ങി വെക്കാൻ വേണ്ടി അദ്ദേഹം രണ്ടുപേരെയും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കഴുത്തോട് കഴുത്ത് ചേർത്ത് പിടിച്ചിട്ട് നിൽക്കുന്നൊരു ചിത്രമുണ്ട്. ഇത് പിടിച്ച കഴുത്ത് ഞെക്കുകയാണോ സ്നേഹിക്കുകയാണോ ഇവരുണ്ടാക്കുന്ന പൊല്ലാപ്പിലുള്ള പുള്ളിയുടെ വേദനയാണോ ഒന്നും മനസ്സിലാവില്ല. ആ ചിത്രം നമ്മൾ ചിരിച്ചു പോകും. ഒപ്പം തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സംഘാടനത്തിൽ വരുന്ന പിഴവ്, നേതാക്കൾക്കോ പ്രവർത്തകർക്കോ വരുന്ന അബദ്ധങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം, അവർക്ക് പറ്റുന്ന അബദ്ധങ്ങളും. പക്ഷേ ആ രാഷ്ട്രീയ ചേരിക്ക് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഇല്ലാതെ പോകുന്നതാണ് കഷ്ടം. ഇന്ത്യയിലെ ഏറ്റവും പ്രസക്തമായ കാര്യം ഇപ്പോൾ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വേരുറപ്പിക്കലാണ്. ഒരു കാലത്തും ഇല്ലാത്ത വിധം ഹിന്ദുത്വത്തിൻ്റെ അഗ്രസീവായിട്ടുള്ളൊരു നിലപാടാണ്. ഒരു മതേതര രാഷ്ട്രീയ കക്ഷി അതിന് കൊടുക്കേണ്ട ഉത്തരം ഈ വേദിയിൽ എവിടെയെങ്കിലും വന്നു. സംസ്ഥാന സർക്കാരിനെ കുറേ തെറി പറഞ്ഞു എന്നല്ലാതെ, കുറേ ചീത്ത പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട് എന്നല്ലാതെ, ഈ ഹിന്ദുത്വയുടെ പ്രശ്നത്തിന് മറുപടി കൊടുത്തുകൊണ്ട് വർഗീയതക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു സന്ദേശം ഈ ജാഥയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. രാഷ്ട്രീയ പരാജയമാണ്, ദയനീയമായ രാഷ്ട്രീയ പരാജയം. നിലവിൽ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു വലിയ ഗൗരവമുള്ള രാഷ്ട്രീയം പ്രതീക്ഷിക്കാനേ കഴിയില്ല. കാരണം കേരളത്തിൽ തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ തന്നെയുള്ളൊരു ഇടതുവിരുദ്ധതയും CPM വിരുദ്ധതയുമാണ് കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചാലകശക്തി. അതതിൻ്റെ പരമാവധിയിൽ നിന്നിട്ട് മുൻപിലുള്ള യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ BJPയോട് വളരെ അടുത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ BJP പറയുന്നതാണ് ഇവിടെയും കോൺഗ്രസ് പറയുന്നത് എന്ന് പറയുന്ന അനുഭവവും പ്രശ്നവും ചൂണ്ടിക്കാട്ടിയാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു നേതൃത്വം നിൽക്കുകയാണ്. ഗവർണറുമായി പലപ്പോഴും ഒത്തുപോകേണ്ടി വരുന്നത് ഇവിടെയാണ്. വളരെ പരസ്യമായി അത് മനസ്സിലായിട്ടും ചൂണ്ടിക്കാട്ടിയിട്ട് കോൺഗ്രസിന് മനസ്സിലാവുന്നില്ല.